ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് ദയ കൊണ്ടൊന്നുമല്ല, പ്രഗ്നന്റ് ആണെന്നുള്ള കൺസിഡറേഷൻ കൊണ്ടുമല്ല. എന്റെ മുത്തശ്ശി ഓർത്തിട്ട ആ പാവ സ്ത്രീ ആയുസോടെ കുറച്ചു കാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഈ സഹിക്കുന്നതൊക്കെ. പക്ഷെ ഒരുപാട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ല, നീ ആരാണെന്ന് നിന്റെ വിചാരം? മഹാറാണിമാർ ഇത്ര ഒരുങ്ങത്തില്ലല്ലോ. കണ്ടില്ലേ, ഈ പാതിരാത്രിയിൽ പോലും ഒരുങ്ങിക്കെട്ടി പൗഡർ ഇട്ട് മേക്കപ്പ് ചെയ്ത് സ്പ്രേ ഒഴിച്ച് നടക്കുന്ന. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഓ പിന്നെ ഒരു നാച്ചുറൽ ബ്യൂട്ടി വന്നിരിക്കുന്നു. പാടത്ത് കൊണ്ട് നിർത്തിയ പറവിനെ ഓടിക്കാം. നിലവിളക്ക് നിറപറയും വെച്ച് നീ എന്റെ അനുജന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ കുഞ്ഞിന്റെ ജീവിതം ഒരു വസന്തമായി മാറുമെന്ന്. എന്നിട്ട് വസന്തത്തിന് പകരം നീ ഞങ്ങൾക്ക് എന്താ സമ്മാനിച്ചത്? വരണ്ടുണങ്ങി ഒരിക്കലും മഴ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത മരുഭൂമി അല്ലേ മോളെ? അല്ല, സത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ശരിക്കും ഞങ്ങളുടെ ആദിക്കുട്ടിനോട് എന്താ? പ്രണയെന്നോ ആരാധനയെന്നോ എന്ത് വേണേലും വിളിക്കാം. ആ വികാരം എന്താണെന്ന് ഞാൻ പോലും ഇന്നുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഈ ഭൂമിയില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്നെന്റെ ആദ്യ. നീ എന്താ കൊച്ചൊന്നും മിണ്ടാ നോക്കി നിൽക്കുന്നേ? അവരോട് ഇവൾക്ക് എന്താണെന്ന് ഇവൾക്ക് പോലും ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെ. എന്താടോ ഇവിടെ തന്നെ നിൽക്കുന്നേ? താലപ്പൊലി കൊണ്ട് സ്വീകരിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താടോ ആകെ ഒരു രൗദ്രഭാവം? അധികം സുഖിപ്പിക്കൊന്നും വേണ്ട. ഇന്ന് വൈകിയതിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പരിപാടിയല്ലേ? ആര് വൈകി? തനിക്ക് വെറുതെ തോന്നുന്നതാ.